ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്യാമിൻ്റെ പേപ്പേഴ്സ് ആണെങ്കിൽ ശ്രുതി എടുത്ത് ഒളിച്ചു വെക്കാണ്. ആ സമയത്ത് ശ്യാം ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ശ്രുതി, അളിയനെ കൊണ്ട് പേപ്പേഴ്സിൽ സൈൻ ചെയ്യിപ്പിച്ചോ? ചെയ്യിപ്പിച്ചു. എങ്കിൽ പിന്നെ ആ ഡോക്യുമെന്റ്സ് എവിടെ? ആ ഡോക്യുമെന്റ്സ് ഒക്കെ തരാം, പക്ഷെ ഞാൻ പറഞ്ഞത് ചെയ്യണം. അശ്വിൻ സാറെ നമ്മുടെ കാര്യം പറഞ്ഞു കേൾപ്പിക്കണം. ഓ, അങ്ങനെയാണോ? അപ്പോൾ അശ്വിനോട് നമ്മുടെ കാര്യം പറഞ്ഞാൽ മാത്രമേ എനിക്ക് നീ ആ ഡോക്യുമെന്റ്സ് തരുള്ളൂ? അതെ. ശ്രുതി, നീ ഒരു വക്കീലിനോടാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. നീ ആ പേപ്പേഴ്സിലൊക്കെ സൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ. ആ പേപ്പേഴ്സിൽ സൈൻ ചെയ്തോന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാ പോരെ എന്നും പറഞ്ഞ് മൊബൈലെടുത്ത് കാണിച്ചു കൊടുക്കുക. എന്താ ഇപ്പൊ വിശ്വാസമായോ? ഓ, വിശ്വാസമായി ശ്രുതി. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടല്ലോ ശ്രുതി. ഞാൻ അളിയനെ കുറിച്ച് ഇവിടെ വെച്ച് അതിനെ കുറിച്ച് സംസാരിച്ചാൽ ഇവിടെ ഉള്ളവർ എല്ലാവരും അതിനെ കുറിച്ച് അറിയും. ഞാൻ ഈ കുടുംബത്തിലെ അംഗമാണെന്നറിഞ്ഞിട്ടും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്നെ എന്തിനാണ് താമസിപ്പിച്ചത് എന്നറിഞ്ഞാൽ നിനക്കും നിന്റെ ചേച്ചിക്കും തന്നെ നാണക്കേട് എന്നങ്ങ് പറയുന്ന നേരത്തെ നമ്മൾ ശ്രുതിക്ക് വല്ലാതാവാണ് കേട്ടോ. അതുകൊണ്ട് ശ്രുതി, എല്ലാരെയും കേൾപ്പിക്കണോ ഞാൻ, അതോ അശ്വിനെ മാത്രം കേൾപ്പിച്ചാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് മതി. നിങ്ങൾ ഇവിടെ വെച്ച് അശ്വിൻ സാറിനോട് സംസാരിക്കണമെന്നില്ല, പുറത്തെവിടെങ്കിലും വെച്ചിട്ട് സംസാരിച്ചാൽ മതി. പക്ഷെ അശ്വിൻ സാർ വിശ്വസിച്ചെന്ന് എനിക്ക് ബോധ്യം വരുന്ന സമയത്ത് മാത്രമേ ആ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിലെത്തൂ എന്ന് പറയണേ. അത് മതി ശ്രുതി എന്നും പറഞ്ഞ് ശ്യാം അങ്ങ് പോവാണേ. അതിനുശേഷം നമ്മുടെ NK ബ്രോ ഒരു ഫയല് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹാളില് നിന്ന് അശ്വിന്റെ ഒരു ഫയല് കിട്ടാണ് കേട്ടോ. ഓ, അപ്പോൾ ബാർബി കളിക്കുന്നതിനിടെ മാറിപ്പോയതായിരിക്കും. തീർച്ചയായിട്ടും എൻ്റെ ഫയൽ അശ്വിൻ ബ്രോയുടെ റൂമിൽ തന്നെ കാണും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ അവിടെയൊക്കെ പരതി നടക്കുമ്പോൾ കുറെ ഫയലൊക്കെ കിട്ടുന്നുണ്ട്. അതിനുശേഷം കട്ടിലിന്റെ അടിയിലായിട്ട് ഒരു ബാഗിൽ സൂക്ഷിച്ച ഫയൽ എടുക്കുന്നുണ്ട്. അത് മറ്റൊന്നായിരിക്കില്ല, നമ്മുടെ ശ്രുതിയും അശ്വിൻ്റെയും കോൺട്രാക്ട് മാരേജിന്റെ ഒരു ഫയലായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ NK ബ്രോ അത് അറിയാണ്. അപ്പോൾ ശ്രുതിയും അശ്വിൻ ബ്രോയും തമ്മിലുള്ളത് ഒരു മാരേജ് കോൺട്രാക്റ്റ് ആണോ? വെറും 6 മാസത്തേക്ക് നിൽക്കുന്ന ബന്ധമോ? ഇതെങ്ങനെ പോസിബിൾ ആവും? നേരെ ചെന്ന് അഞ്ജലി സിസ്റ്ററിനോട് പറഞ്ഞാലോ? അയ്യോ വേണ്ട, ഇവിടെ ആകെ പ്രശ്നമാവും. മനോരമ ആൻറ്റി, അയ്യോ വേണ്ട. എങ്കിൽ പിന്നെ പ്രീതി സിസ്റ്ററോട് പറയാം, അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് പ്രീതിയുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. തുടർന്ന് നമ്മുടെ പ്രീതിയുടെ കയ്യിൽ ഈ ഫയൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. എന്നിട്ട് അതൊക്കെ വായിച്ചു നോക്കിയിട്ട് പ്രീതി പറയും, ഇതൊക്കെ സത്യമാണോ NK ചേട്ടാ? എന്തിനായിരിക്കും അവർ അങ്ങനെ ഒരു കോൺട്രാക്ട് മാരേജ് നടത്തിയത്? അപ്പൊ പ്രീതി സിസ്റ്ററിന് ഇതേക്കുറിച്ച് ഒന്നും അറിയില്ലേ എന്ന് ചോദിക്കട്ടെ NK. ഇല്ല NK ചേട്ടാ, എന്നോട് ഇതേക്കുറിച്ച് ശ്രുതി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോ ഞാൻ വിചാരിച്ചത് ശരി തന്നെയാണ്. അശ്വിൻ ബ്രോയും ശ്രുതി സിസ്റ്ററും മാത്രം അറിയുന്ന ഒരു ഡീലാണിത്. എങ്കിലും അവരാരും നിർബന്ധിച്ച് കല്യാണം കഴിച്ചതൊന്നുമല്ലല്ലോ, അവർക്ക് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതല്ലേ. പിന്നെ നമ്മുടെ മുന്നിലൊക്കെ എന്തിനാ ഇങ്ങനെ ഭാര്യയും ഭർത്താവുമായിട്ട് അഭിനയിക്കുന്നത്? ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല NK പറയുമ്പോൾ നമ്മുടെ പ്രീതി പറയും, അവരെന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് നമുക്ക് അറിഞ്ഞേ പറ്റുള്ളൂ NK ചേട്ടാ. എങ്കിൽ പിന്നെ ശ്രുതി വരുമ്പോൾ പ്രീതി ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക എന്ന് പറയണേ. അപ്പൊ പ്രീതി പറയും, അത് വേണ്ട NK ചേട്ടാ, ഒരു ഉടമ്പടിയുടെ പുറത്താണ് ഇവർ മാരേജ് ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞാൽ അവൾക്കത് സഹിക്കാൻ പറ്റില്ല. പിന്നെ എന്നെയും അമ്മയെയും അച്ഛയെയും എല്ലാവരുടെ അടുത്തും അവൾ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൾ എന്താ ചെയ്യാൻ പോണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ NK പറയുന്നുണ്ട്, അത്രയ്ക്ക് ഞാൻ ചിന്തിച്ചില്ല ശ്രുതി സിസ്റ്റർ, ചിലപ്പോൾ അങ്ങനെ ചെയ്യാനും മതി. ഇതിന് സൊല്യൂഷൻ കാണാൻ നമുക്ക് മറ്റൊരാളുടെ ഹെൽപ്പ് തേടാന്ന് പറയാൻ കേട്ടോ NK. അയ്യോ, മനോരമ ആൻറ്റിയാണോ? ആൻറ്റിയോടൊന്നും ഇതിനെക്കുറിച്ച് പറയല്ലേ NK ചേട്ടാ എന്ന് പറയുമ്പോൾ നോ, ഇത് വേറൊരാള്, നാട്ടിൽ നിന്നും ഞാൻ പരിചയപ്പെട്ട ഒരാളാണ്. ഞങ്ങൾ തമ്മിൽ ജ്യൂസ് കുടിക്കാൻ വരുമ്പോൾ പരിചയപ്പെട്ടതാ. ഞാൻ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കും. ഫ്രണ്ട്സിന് വേണ്ടി ചങ്ക് പറിച്ച് തരും എന്നൊക്കെ പറഞ്ഞ് ഫോണിൽ വിളിച്ച് എത്താൻ വേണ്ടിയിട്ട് പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ NKയും പ്രീതിയും കൂടെ അയാളെ കാണാൻ വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ ആ ആൾ അവിടേക്ക് എത്താണ്. മറ്റാരുമല്ല, സച്ചി ആയിരിക്കും. NK കണ്ടതും കെട്ടിപ്പിടിക്കലും ഷേക്കൻഡ് കൊടുക്കലൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ചോദിക്കും, ഇപ്പൊ എന്താ കൂൾ ബാറിലേക്കൊന്നും കാണാത്തത്? അത് പിന്നെ NK ബ്രോ, ഞാൻ അടിയൊക്കെ നിർത്തി എന്ന് പറയാട്ടോ സച്ചി. ഓ, ജ്യൂസ് കുടി. അപ്പൊ നമ്മുടെ സച്ചിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ NK കണ്ണുകൊണ്ട് ഇങ്ങനെ പ്രീതിയെ കാണിച്ചു കൊടുക്കാണ്. അതെന്താ ജ്യൂസ് കുടിക്കാൻ വരാത്തത്? അത് പിന്നെ ബ്രോ, കുറെ നാൾ ജ്യൂസ് കുടിച്ചാണല്ലോ ജീവിച്ചിരുന്നത്, ഇനി കുറച്ച് കുടിക്കണ്ടെന്ന് വെച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ പ്രീതിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് NK. ഈ ചേച്ചിയെ കുറിച്ചാണോ NK ബ്രോ പറഞ്ഞത്? അല്ല, ഇവളുടെ യങ്ങർ സിസ്റ്ററിനെ കുറിച്ച്. അവരെന്തിനാണ് കോൺട്രാക്ട് മാരേജിൽ ഒപ്പുവെച്ചതെന്ന് അറിയണം എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അതിപ്പോ അവര് കോൺട്രാക്ട് രണ്ടുപേരും സമ്മതത്തോടെ അല്ലേ ഒപ്പിടുക, അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാട്ടോ. ആ സമയത്ത് നമ്മുടെ പ്രീതി പറയുന്നുണ്ട്, ഒരു കോൺട്രാക്ടർ മാരേജ് ആണ് എങ്കിൽ എൻ്റെ അനിയത്തി ഒരിക്കലും ഒപ്പുവെക്കില്ല, അതെനിക്കറിയാം എന്ന് പറയുമ്പോൾ സച്ചി
ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരാണ്.